ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേക മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കെമിക്കൽ ക്രീംസ് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പണിയിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു ക്രീമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ബാരിയറൊക്കെ നഷ്ടമായിട്ട് സ്കിന്നിൻ്റെ സെൽസ് അതുപോലെ തന്നെ സ്കിൻ ഡാമേജ് ആയിരിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡാമേജ് ഒക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയി ഗ്ലോയിങ് ആയിട്ട് കൊണ്ടുവരാനും നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് കുറച്ച് സ്കിൻ നല്ല ക്ലിയറും ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ട് കറുത്ത് ഇരുണ്ട് പഴയതിനേക്കാൾ എന്താ പറയുക ഡാമേജ് ആയി പോയിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നാച്ചുറലാണ്. നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഒരു പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യണം. ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണ്. എന്നും നൈറ്റിൽ വേണം യൂസ് ചെയ്യാൻ. പകൽ സമയത്ത് മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് പണിയിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ CTM റൊട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. നൈറ്റിലും മോർണിംഗിലും അത് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഒരു റിപ്പയറിങ് ക്രീം അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ ഡാമേജ് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യും. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. 100% നാച്ചുറലും ആയുർവേദിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് സൗണ്ടിൻ്റെ ചെറിയ ഒരു തൊട്ടാവുണ്ടോ. അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കും. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. വൈറ്റോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂവോ എടുക്കാം. ബ്ലൂ ആണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉള്ളത് കേട്ടോ. ബ്ലൂ ശംഖുപുഷ്പം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 2 ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അടുക്ക് ഉള്ള ശംഖുപുഷ്പം, പിന്നെ ഒന്ന് ജസ്റ്റ് സിംഗിളായിട്ടുള്ള ഇതൾ വരുന്ന ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആ ഒരു പൂവിൻ്റെ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ, ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു തണ്ട്, അതെടുത്ത് മാറ്റിയതിന് ശേഷം ഫ്ലവർ മാത്രം എടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിൽ വിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് എന്താണ് നമ്മൾ ആ ഒരു പച്ച തണ്ടെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തെടുത്ത് ഫ്ലവർ മാത്രമാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനെ മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് റോസ് വാട്ടർ ഒഴിച്ച് മാഷ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടോണർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് മാഷ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഇടികലിനകത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു സെറാമിക്കിൻ്റെ ഇടികലാണ് കേട്ടോ. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് മേടിച്ചതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ആമസോൺ വഴി മേടിക്കാൻ കിട്ടും. ലിങ്ക് വേണം, ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ഫ്ലവർ പെട്ടെന്ന് കട്ടി കുറഞ്ഞ ഫ്ലവറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് മാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി റോസ് വാട്ടർ ഒഴിച്ച് മാഷ് ചെയ്തെടുക്കാം. ഏകദേശം 1 പിടി ഫ്ലവറാണ് നമ്മൾ 1 മന്തിലേക്ക് എടുക്കുന്നത് കേട്ടോ. അതായത് 1 മാസത്തേക്ക് നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ കൈക്ക് 1 പിടി ഫ്ലവർ വേണം കേട്ടോ. പറിച്ചെടുക്കുമ്പോൾ അങ്ങനെ പോയാലും ഒരു 10-50 ഫ്ലവർ വരും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എണ്ണം നോക്കിയിട്ടില്ല, 1 പിടിയാണ് ഞാൻ കണക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എസൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ജ്യൂസാണ് വേണ്ടത്. നമ്മൾ ഈ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ജ്യൂസാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് വേണ്ട, 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വരും. അത് നോർമലി ബാക്കപ്പായി വന്നോളൂ കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ ഇതുപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ അരിച്ച് സ്ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കുന്നതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോട്ടൺ തുണിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പിലോ എടുത്ത് നന്നായിട്ട് ഇതിനെ സ്ട്രെയിൻ ചെയ്ത് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെയും റോസ് വാട്ടറിൻ്റെയും ലെമണിൻ്റെയൊക്കെ ഉള്ളൊരു ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ.
അപ്പം ഞാനത് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വൈറ്റ് കളറിലെ കോട്ടൺ തുണിയിൽ വേണമെങ്കിലും അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള അരിപ്പുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും അരിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഒരു ക്രീമിൻ്റെ ബേസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രധാന ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണക്ക എടുക്കട്ടാന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഡ്രൈ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് റോസ് വാട്ടറിനകത്തിട്ട് കുതിർത്ത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുക കേട്ടോ. ഡ്രൈ ഫ്ലവറാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ പൗഡർ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ അതല്ല പൗഡറാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഇട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് അതിനെ സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രഷ് ഫ്ലവറിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും ഫ്രഷ് ഫ്ലവറിനാണ് ഉണ്ടാവുക. അത് ഡ്രൈ ഫ്ലവറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കുറയും, പൗഡർ ഫോമിലേക്ക് വരുമ്പോൾ വീണ്ടും ബെനിഫിറ്റ് കുറയും. അത് മനസ്സിലൊന്ന് വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിനി ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അലോവേരയുടെ ജെല്ലോ, കുക്കുംബർ ജെല്ലോ, ഫ്ലാക്സീഡ് ജെല്ലോ, ഓറഞ്ച് ജെല്ലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് കുക്കുംബറിൻ്റെ ജെല്ലാണ്. ഇത് ഞാൻ പണ്ട് ആമസോണിൽ നിന്ന് മറ്റോ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കുക്കുംബർ ജെൽ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള അലോവേര ജെല്ല് കുറച്ച് റോസ് കളർ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്രീമിൻ്റെ കറക്റ്റ് ഷെയ്ഡ് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കുംബർ ജെൽ എടുത്തത്. വൈറ്റ് കളറിലുള്ള ജെല്ല് എൻ്റെ അടുത്ത് നോക്കുമ്പോൾ കുക്കുംബർ ജെല്ലാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ജെല്ല് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ആ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുക്കുംബർ ജെല്ല് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും അലോവേര ജെല്ലായിരിക്കും എടുക്കുന്നത്. രണ്ടും എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടാവും. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ഈ ഒരു ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വിറ്റമിൻ ഇയുടെ ഓയിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിറ്റമിൻ ഇയുടെ ഓയിൽ ഇല്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊടിച്ചൊഴിക്കാം, അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിക്കാം, ഒലിവ് ഓയിൽ ഒഴിക്കാം. ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ പ്യുവർ വെജിറ്റബിൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ. പിന്നെ എനിക്ക് പൊതുവെ ഒരു ഓയിലി ആഗ്നെ പ്രോൺ ആ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെത്. കോമ്പിനേഷൻ അങ്ങനത്തെ ഒരു സ്കിന്ന്. ചില സമയത്ത് ഫുൾ ഓയിലി ആയിരിക്കും, ചില സമയത്ത് കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ എന്തായാലും ആഗ്നെ വരുന്ന സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ടിയുടെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി വൈറ്റമിൻ ഇയുടെ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഇപ്പോൾ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു ഓയിലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈവൻ നിങ്ങൾക്ക് ഒട്ടും ഓയിൽ പറ്റാത്ത സ്കിന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ സ്കിന്നിന് ഓയിലൊക്കെ പറ്റും, പക്ഷേ എന്തെന്നായാലും ഒരു ആഗ്നെ ടൈപ്പ് സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം വീണ്ടും പഴയ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഭയങ്കര തിക്കായിട്ട് പോയെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്ന ജ്യൂസിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ജ്യൂസ് തന്നെ നമുക്ക് മതിയാവും 1 മന്തിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി ആവാനും അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് പണിയിട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ഹാവായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ട് നല്ല എന്താ പറയുക 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ആയുർവേദിക് ക്രീമാണ്. കാരണം ഇത് അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനും ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് കേട്ടോ കറക്റ്റ് ഷെയ്ഡ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനും എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ നമ്മൾ ടീ ആക്കി കുടിക്കും. അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിച്ച് തണുത്ത് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഷുഗർ ഒന്നും ചേർക്കാതെ അങ്ങനെ കുടിക്കാം. അതിനകത്ത് ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ള പ്രോഡക്ട്സിൽ നമ്മൾ ഇന്ത്യക്കായാലും അതുപോലെ തന്നെ ഇന്റേണലായാലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണലി ആയാലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഈ എന്താ പറയുക സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനേക്കാളുള്ളത് വേറൊരു ബെനിഫിറ്റാണ്, നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ക്യാൻസറിൻ്റെ കോശങ്ങളൊക്കെ വളരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ടീം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ ഒരു ക്രീം ഞാൻ കാണിച്ച പോലെ തന്നെ തയ്യാറാക്കുക. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ്. ഇതാ കണ്ടോ.
നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ടോണർ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിച്ച് ഒരു 2 hours കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ കുറച്ചെടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ടൈം യൂസ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. ഒറ്റ യൂസിലൊന്നും നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങളുടെ സ്കിൻ അത്രയും ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നാണെങ്കിൽ നല്ല ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അലോവേര ജെല്ല് സൂട്ടാവില്ല, ഒരു ജെല്ലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് പണ്ട് നമ്മൾ സിറം ഉണ്ടാക്കുന്ന രീതി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോവേര ജെല്ലിന് പകരം സിറമായിട്ട് യൂസ് ചെയ്യാം, ക്രീം ആക്കാതെ സിറമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും